ഒരു മാസത്തെ ഗപ്പി കുഞ്ഞുങ്ങളുടെ വളർച്ചയാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് അറിയിക്കുക. കഴിഞ്ഞ മാസം തുടക്കത്തിലെ ഈ കാണുന്ന ടാങ്കിൽ പാണ്ടോരോ ബ്ലൂ മൂസൈക്കിൻ്റെ ഗപ്പീസ് കൂട്ടത്തോടെ മൊത്തത്തിൽ ഒറ്റടിക്ക് ഡെഡായി പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. എന്തുകൊണ്ട് എന്നുള്ള റീസൺ നമുക്കും കണ്ടെത്താൻ പറ്റിയില്ല. അതിനുശേഷം നമ്മൾ ഈ ടാങ്കൊക്കെ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ എന്ത് ചില്ലി മുസൈക്ക് ബിഗിയറിൻ്റെ കുറച്ച് ഗപ്പീസിനെ ഇറക്കി വിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 50-60 പീസുകളൊക്കെ ഉണ്ടായിരിക്കും ഇറക്കി വിട്ടത്. ഈ ഇറക്കി വിടുന്ന സമയത്ത് ഗപ്പിയിൽ ചില ഫീമെയിൽസൊക്കെ നല്ല സൈസ് ഉണ്ടെങ്കിലും ഇതിൽ മെയിലൊന്നും ഉള്ളതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടായില്ല. കാരണം നമുക്ക് ഒറ്റ നോട്ടത്തിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ആ ഒരു സൈസ് ഇതിനകത്ത് ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഇന്നിപ്പോൾ ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട്. ഒരു 35 ദിവസം 36 ദിവസമൊക്കെ ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഈ ടാങ്കിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ കളർ വരെ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. വെയിലടി കിട്ടുന്ന സ്ഥലത്താണുള്ളത്, അപ്പോൾ മാറിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിലാണെങ്കിൽ ഇപ്പോൾ തെറ്റില്ലാത്ത രീതിയിലേക്ക് നമ്മുടെ ചില്ലി മുസൈക്ക് ബിഗിയറൊക്കെ ഇയറൊക്കെ ഇറങ്ങിയിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിന് തന്നെ ഈ ടാങ്കിൽ നിന്ന് എന്ത് ചെയ്യാം, ഈ ഗപ്പികളൊക്കെ ഒന്ന് കളക്ട് ചെയ്തിട്ട് അത് മെയിൽസിനെ മാത്രമേ നമ്മൾ കളക്ട് ചെയ്യുന്നുള്ളൂ. അത് കാണാൻ നല്ല ഭംഗിയുള്ളത്. അപ്പോൾ മെയിൽസിനെ കളക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് അക്വറിയത്തിലിട്ട് നോക്കട്ടെ. ഏകദേശം ഒരു 30-35 ദിവസത്തെ മാറ്റം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഒരു മാസത്തെ ഗപ്പി കുഞ്ഞുങ്ങളുടെ വളർച്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് കേട്ടോ. ഈ ഗപ്പികൾ ജനിച്ചിട്ട് ഇതുവരെയുള്ള ഒരു മാസത്തെ പ്രായമല്ല കേട്ടോ. നമ്മൾ തുടക്കത്തിൽ കാണിച്ചില്ല, ആ ടാങ്കിലേക്ക് മാറ്റിയതിന് ശേഷം അത് മാറ്റുന്ന സമയത്ത് അതിൻ്റെ സൈസ് എത്ര ഉണ്ടായിരുന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അതിന് ശേഷം എത്രത്തോളം മാറ്റം വന്നു എന്നുള്ളതാണ്. മാഷാ അല്ലാഹ്, കാണുമ്പോൾ തന്നെ അറിയാം. ചില്ലി മുസൈക്ക് ബിഗിയർ, ആ വാലിലുള്ള ആ ഒരു പ്രിൻ്റ് കണ്ടില്ല, ആ പാറ്റേൺ നല്ല രീതിയിൽ തന്നെ ഈ ഒരു പ്രായമായപ്പോൾ തന്നെ അതിന് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഇയറൊക്കെ കണ്ടില്ല, ചിലതിനൊക്കെ നല്ല രീതിയിൽ തന്നെ ഇയർ സെറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഇത് ഓരോ പ്രായം സ്റ്റേജ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുമ്പോൾ, അതായത് ഇപ്പോൾ 2 മാസം 3 മാസമൊക്കെ കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ ഇയറൊക്കെ നല്ല രീതിയിൽ നല്ല ക്വാളിറ്റിയിൽ ഉഷാറായി ഇറങ്ങും കേട്ടോ. ഇയറൊക്കെ ഇപ്പോൾ തന്നെ തിക്കാണ് കളറ്. അപ്പോൾ ഇയർ കളറില്ലാത്ത പ്രോബ്ലം ഒന്നുമില്ല. ഇയർ ഇനി ഒന്നും കൂടി വൈഡായിട്ട് ഇറങ്ങാനേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ചില്ലി മുസൈക്ക് ബിഗിയർ ഏകദേശം കൊടുക്കാനൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വരുന്ന തിങ്കളാഴ്ച ഇൻഷാല്ലാ നമ്മൾ വളാഞ്ചേരി, പെരിന്തൽമണ്ണ, മണ്ണാർക്കാട് വഴി അട്ടപ്പാടിയിലേക്ക് ഗപ്പികളുമായിട്ട് വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ വേണ്ട സുഹൃത്തുക്കളുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കൊറിയർ ആണെങ്കിൽ കൊറിയർ വഴിയൊക്കെ ആയിട്ട് നമ്മൾ അയച്ചു തരുന്ന കേട്ടോ. ഇത് നമ്മുടെ പർപ്പിൾ മുസൈക്കിൻ്റെ തന്നെ സ്റ്റേബിളായിട്ടുള്ള റെഡ് മാത്രം പാറ്റേൺ ഇറങ്ങുന്ന ഒരു വെറൈറ്റിയാണ്. അപ്പോൾ നമ്മുടെ ഫാമിൽ വന്നിട്ട് അധികം കാലമൊന്നും ആയിട്ടില്ല കേട്ടോ, കുറച്ചായിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു സംശയം തോന്നില്ല, ഒരു മാസം കൊണ്ട് തന്നെ ഇത്രയും വളർച്ച ഗപ്പികൾക്ക് കിട്ടുമോ എന്നുള്ളൊരു സംശയം തോന്നിപ്പിക്കുന്ന രീതിയിലൊരു വളർച്ച നമുക്കിവിടെ ഷെയർ ചെയ്യാനുള്ളത് ഇതിൻ്റെ കുഞ്ഞുങ്ങളാണ്. ഇതിൻ്റെ കുഞ്ഞുങ്ങളെ മുമ്പ് ഏകദേശം നമ്മുടെ ഫെബ്രുവരി ഒരു 10-ാം തീയതി എന്തുകൊണ്ട് നമ്മളൊരു വീഡിയോ ഷെയർ ചെയ്ത സമയത്ത് ഒരു നോട്ടത്തിൽ നമ്മൾ ഈ ഒരു ടാങ്കിൽ നിന്ന് കുറച്ച് കുഞ്ഞുങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് വലിയ കുഞ്ഞുങ്ങൾ ഇതിനകത്ത് കിടക്കുന്നത് കണ്ടിട്ടില്ല. പക്ഷേ ഈ ടാങ്കിൽ ഇപ്പോൾ കിടക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉണ്ട് കേട്ടോ, അടിത്തട്ടിൽ കുറച്ച് ആൽഗയും പിന്നെ അതുപോലെ തന്നെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്ത് അടിത്തട്ടിൽ കണ്ടില്ല പോകുന്ന കുഞ്ഞുങ്ങൾ കണ്ടില്ല, അത്യാവശ്യം സൈസ് ആയിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ കേട്ടോ. അതിൽ മെയിൽസൊക്കെ നല്ല രീതിയിൽ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സംഭവമുണ്ട്. നമുക്ക് എങ്ങനെ ആയാലും എന്ത് ചെയ്യാം, ആ പോണ് ഇതിനകത്തുനിന്ന് കുറച്ച് എണ്ണത്തിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഗ്ലാസ്സിൽ അക്വറിയത്തിലൊന്ന് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. അടിത്തട്ടിലുണ്ടെങ്കിൽ വന്ന് നിൽക്കണം. ഇപ്പോൾ അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ സൈസിലേക്ക് വന്നതുകൊണ്ട്, സൈസ് കുറഞ്ഞതുകൊണ്ട് കേട്ടോ. അതിന് ശേഷം ഇപ്പോൾ അടുത്ത് ബ്രീഡായിട്ടുള്ള കുഞ്ഞുങ്ങൾ ഇതിനകത്ത് കാണുന്നുണ്ട്. റെഡ് കളറ് സ്റ്റേബിളായിട്ടുള്ള പർപ്പിൾ മുസൈക്കിൻ്റെ വെറൈറ്റി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സുഹൃത്തിൻ്റെ കയ്യിൽ നമുക്ക് കിട്ടിയത് കേട്ടോ. പക്ഷേ ഇപ്പോഴാണ് ഇതിൽ നിന്ന് കുഞ്ഞുങ്ങൾ ഇറങ്ങിയിട്ട് നമ്മൾ ടാങ്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോഴാണ് നമ്മൾ അക്വറിയത്തിലൊന്ന് ഇട്ട് നോക്കണം കേട്ടോ. ഇപ്പോൾ കാണുമ്പോൾ ഞാനെന്താ പറയുക, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഇത് റെഡ് പാറ്റേൺ മാത്രമല്ല, ഇവിടെ പർപ്പിളായിട്ട് തന്നെ ഉള്ള സംഭവങ്ങളൊക്കെ മെയിൽ വേറെയും കളറിലുള്ള മെയിൽ ഇറങ്ങിയിട്ടുണ്ട്. സാധാരണ നേരത്തെ നമ്മളെ കയ്യിൽ പർപ്പിൾ മുസൈക്ക് വെറൈറ്റി ഉണ്ടായിരുന്നു. അത് ഇതേപോലെ 4 വെറൈറ്റി ആയിട്ട് കളർ ഇതിലിറങ്ങും. ഒരു ഡയമണ്ട് ബ്ലൂ വരും, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വെറൈറ്റി കളറുകളൊക്കെ വരാറുണ്ട് കേട്ടോ. പക്ഷേ ഇതിനകത്ത് സ്റ്റേബിൾ എന്നുള്ള ആ ഒരു സംഭവം എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒരു മാസത്തെ വളർച്ച എന്നുള്ള രീതിയിലാണ്. നമ്മൾ ഈ നേരത്തെ നമ്മൾ ഇതിനെ പിടിച്ച ടാങ്ക് എന്നുണ്ടല്ലോ, ആ ടാങ്കിൽ നമ്മൾ ഒരു മാസം മുമ്പ് നോക്കിയ സമയത്ത് നമുക്ക് ഇതിനകത്ത് ചെറിയ കുഞ്ഞുങ്ങൾ കിടക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. കാര്യമായിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അന്ന് ഈ നല്ല സൈസുള്ള അതിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമ്മുടെ ശ്രദ്ധയിലില്ല. പക്ഷേ നമ്മൾ ഒരു മാസം കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് ഇപ്പോൾ നല്ല ഇയറൊക്കെ ഇറങ്ങിയിട്ടുള്ള പർപ്പിൾ മുസൈക്കിനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ.
നല്ല അടിപൊളിയായിട്ടുള്ള സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റേബിൾ അല്ല എന്നുള്ളൊരു ഇതേ ഉള്ളൂ. പർപ്പിൾ മൊസൈക്ക് വെറൈറ്റി തന്നെയാണിത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസൊക്കെ കയറിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു വെറൈറ്റി തന്നെയാണിത്. അപ്പോൾ ഏകദേശം 30 ദിവസത്തിൻ്റെ ആ ഒരു ഗ്രോത്താണ് നമ്മൾ ഏകദേശം 30-35 ദിവസത്തെ ഗ്രോത്താണ് നമ്മൾ കാണിച്ചത്. 2021 ബ്രീഡായിട്ടുള്ള കുഞ്ഞുങ്ങളാട്ടോ ഈ കാണുന്നത്. അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിലുള്ള സൈസിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ യെല്ലോ ടാക്സി എന്ന് പറഞ്ഞ വെറൈറ്റി ആട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയൊക്കെ ആ ബാച്ചിൽ തന്നെ ഇറങ്ങിയിട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു 16-17 പീസ് വെച്ചിട്ട് ഓരോ ടാങ്കുകളായിട്ട് മാറ്റിയിട്ടുണ്ടായിട്ടാ. തെറ്റില്ലാത്ത രീതിയിലുള്ള സൈസിലേക്കൊക്കെ ഈ കുഞ്ഞുങ്ങൾ എത്തിയിട്ടുണ്ട്. ചിലതിലൊക്കെ വലിയ സൈസ് തന്നെ ഏകദേശം ആയി തുടങ്ങിയതുപോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിനകത്തൊരു വലിയ സൈസ് കണ്ടില്ലേ, പോകുന്നുണ്ടല്ലേ. അപ്പോൾ സൈസ് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചില ടാങ്കുകളിലൊക്കെ സൈസ് വ്യത്യാസം ഇപ്പോഴും ചെറിയ സൈസ് തന്നെ നിൽക്കുന്നൊരു സാഹചര്യമുള്ളത്. ഇനി നമ്മുടെ കഴിഞ്ഞ മാസം ഏകദേശം 10-ാം തീയതി ആ സമയത്ത് തന്നെ ബ്രീഡായി ഇറങ്ങിയിട്ടുള്ള നമ്മുടെ വെറൈറ്റിയാണ് ഈ കാണുന്നത് കേട്ടോ, നമ്മുടെ ടെക്സിഡോ കോയി. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യുക, ഇത് ബ്രീഡായ അന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും ആദ്യം ജസ്റ്റ് ഒന്ന് നോക്കാം. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഈ കുഞ്ഞുങ്ങളെ സൈസ് ഒന്നും കൂടി ഒന്ന് നോക്കട്ടെ. ടെക്സിഡോ കോയി ഗപ്പിയാട്ടത്. ഇത് ബ്രീഡായിട്ട് കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് പ്ലാസ്റ്റിക്കിൻ്റെ ബ്രീഡിങ് കേജിനെ വെച്ചിട്ടുണ്ടോ ഫീമെയിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എപ്പോൾ ബ്രീഡായെന്നറിയില്ല, രാവിലെ നോക്കിയപ്പോൾ ബ്രീഡ് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു. ഫീമെയിൽ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് തോന്നുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പേരൻസിനെ ഒന്നെങ്കിൽ ഈ ടാങ്കിൽ നിന്ന് മാറ്റി കൊടുത്താൽ മതി. ഈ കേജുകൾക്ക് കൂടിയിട്ട് ഇതിനകത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കുഞ്ഞുങ്ങളെല്ലാം തന്നെ ഈ സൈഡിലൊക്കെ നടക്കുന്നുണ്ടാവും കേട്ടോ കുഞ്ഞുങ്ങൾ. അപ്പോൾ നമുക്ക് ഇത് മാറ്റാനുണ്ട്. ഇതിപ്പോൾ ഇന്ന് 10-ാം തീയതി 2-ാം മാസം ഫെബ്രുവരി 2021 10-ാം മാസത്തിൽ 10-ാം തീയതി ബ്രീഡായിട്ടുള്ളതാണിത്. 1 മാസത്തെ വളർച്ച തെറ്റില്ലാത്ത രീതിയിൽ സൈസിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഇവരാദ്യം എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ഒരു ഗ്ലാസ്സിൽ ഒന്ന് ഇട്ടിട്ട് നോക്കട്ടെ ഇവർക്ക് ക്യാപ്പൊക്കെ ഇറങ്ങി തുടങ്ങിക്കണോ, ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കട്ടെ. ഏകദേശം 1 മാസം പിന്നിട്ടിട്ടുള്ള നമ്മുടെ ടെക്സിഡോ കോയി ഗപ്പിയുടെ കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് കേട്ടോ. തെറ്റില്ലാത്ത രീതിയിലുള്ളൊരു വളർച്ച ഇവിടെ എത്തിയതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. സാധാരണ രീതിയിൽ നമുക്ക് ഗപ്പി ബ്രീഡായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മാസം കൊണ്ടൊക്കെ ഈ ഒരു സൈസിലേക്കൊക്കെ ചില ഗപ്പികളൊക്കെ എത്താറുണ്ട്. എങ്കിലും അപൂർവമായിട്ടാണ് നല്ല സൈസിലേക്കൊക്കെ ഉള്ള രീതിയിലുള്ള പെട്ടെന്നൊരു വളർച്ച കാണിക്കാറുള്ളത്. ഇപ്പോൾ നമ്മൾ ചില്ലി മൊസൈക്ക് ബിഗ് ഇയർ ഗപ്പിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ പെട്ടെന്ന് വളർച്ച കാണിക്കുന്ന ഒരു ഗപ്പിപ്പെട്ട ഒരു വെറൈറ്റിയാണ് ചില്ലി മൊസൈക്ക് ബിഗ് ഇയർ കേട്ടോ. അത് നമുക്ക് ചില ടാങ്കുകളിൽ നിന്നൊക്കെ അങ്ങനെ ഒന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതും തെറ്റില്ലാത്ത രീതിയിൽ വളർച്ചയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിന് ഇനി ക്യാപ്പ് ഇറങ്ങാനൊക്കെ ഉണ്ട്. അപ്പോൾ ക്യാപ്പൊക്കെ ഇനി കുറച്ച് കഴിയുമ്പോഴത്തേന് ഇറങ്ങി തുടങ്ങുന്നതാണ് പ്രതീക്ഷിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ മെയിൽ ഫീമെയിലൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണമെങ്കിൽ നമുക്കിപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വലുതാകുമ്പോഴത്തേന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് മാറ്റിയിട്ട് വളർത്തണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വളർത്താം. നമ്മുടെ ഫാമിലെ ഏകദേശം ഒരു 30 ദിവസം 35 ദിവസത്തെ ഗപ്പി കുഞ്ഞുങ്ങളുടെ വളർച്ചയുടെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിച്ചത് കേട്ടോ. അപ്പോൾ ഗപ്പി കുഞ്ഞുങ്ങൾക്ക് നല്ല രീതിയിൽ പെട്ടെന്ന് ഗ്രോത്ത് കിട്ടണമെങ്കിൽ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് 2 നേരം കൊടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ലൈവ് ഫുഡ് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഗപ്പി കുഞ്ഞുങ്ങൾ കുറച്ച് സൈസ് ആവുന്ന സമയത്ത് വലിയ ടാങ്കുകളുണ്ടെങ്കിൽ വലിയ ടാങ്കിലേക്ക് മാറ്റിയിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ മെയിലും ഫീമെയിലും സെപ്പറേറ്റ് മാറ്റിയിടുക എന്നുണ്ടെങ്കിൽ ഇവർ പെട്ടെന്ന് തന്നെ ഈ ക്രോസ് ആവുന്ന പരിപാടിയൊക്കെ ഒഴിവാക്കി കിട്ടുകയാണെങ്കിൽ ഒന്നുകൂടി പെട്ടെന്ന് ഫീമെയിലൊക്കെ ഗ്രോത്തിലേക്ക് എത്താൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് മൈ ഫാമിങ്ങിൽ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.